എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന നമ്മുടെ ഷിന്നിനെയാണ്. കാരണം കഴിഞ്ഞ ട്രയലിന്റെ അവസാനം പ്രേതവും ഇവന്റെ ദേഹത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനും വീണ് പോയതായിരുന്നു. അവനും ബോധം കെട്ടതുപോലെ അഭിനയിച്ച് ആംബുലൻസിൽ കയറി കിടക്കുകയായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ആംബുലൻസ് നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താ സംഭവിച്ചതെന്ന് ആളിനോട് ചോദിക്കുമ്പോ, നീ ഏതോ ഒരു രീതിയിലൊക്കെ സംസാരിച്ചാണ് കോടതിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല, നിന്നെ പോലെ ആയിരുന്നില്ല നീ പെരുമാറിയത്. ഇത് കേട്ടതും അവൻ ഫാദറിനെ വിളിച്ചിട്ട് അവന്റെ ഓഫീസിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവന്റെ അമ്മയും അളിയനെ വിളിച്ചിട്ട് ഏത് ഹോസ്പിറ്റലിലാ അവൻ അഡ്മിറ്റ് ആക്കിയെന്ന് ചോദിക്കുമ്പോ, അവനും ഹോസ്പിറ്റലിലൊന്നും പോയില്ല, ഞങ്ങള് വഴിയിലിറങ്ങി, അവന് വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ അവൻ അവന്റെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അമ്മയുടെ കയ്യിലാണെങ്കിൽ അവന്റെ ഓഫീസിൽ പോകാനുള്ള അഡ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ കേസ് വാദിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അവരും അവന്റെ കാർഡ് എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളും ഒരു കാർഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവൻ എവിടെയാണെന്നുള്ള അഡ്രസ്സും അവരും തിരിച്ചറിയുന്നുണ്ട്. ആ അഡ്രസ്സ് കാണുമ്പോ അമ്മയും ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. ഇവിടെ വക്കീലന്മാരും നമ്മൾ എന്തായാലും കേസ് ജയിക്കും എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ ഒരു പ്രോസിക്യൂട്ടറും ഇവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ ഒരു മരിച്ച ആളുടെ കേസ് അന്വേഷിക്കുന്നത് ആ ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നു. ആ ഡോക്ടർ സേവനം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോസ്പിറ്റലില് ഇവരും റെയ്ഡ് നടത്താനായിട്ട് പോവുകയാണ്. അന്നേരം ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹാനിന്റെ സുപ്പീരിയർ ഓഫീസറും ആ മരിച്ച ആള് ഒരു ഗ്യാങ്സ്റ്റർ ആണ് എന്നുള്ള കാര്യം മീഡിയക്ക് കൈമാറാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഷിന്നും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മന്ത്രം എഴുതിയിട്ടുണ്ടായിരുന്ന കാർഡും ഇവര് കത്തിക്കാനാണ് പ്ലാൻ. ഈ ഒരു കേസിന്റെ കാര്യങ്ങളെല്ലാം ഇവൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രേതത്തെ പറഞ്ഞു വിട്ടാലും ഇവന് വാദിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും അയാളെ ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ശരിക്കും വാദിക്കാനൊന്നും സാധിക്കില്ല. ആ സമയം പ്രേതമാണെങ്കിൽ അവന്റെ മകളുടെ അടുത്തിരിക്കുകയായിരുന്നു. മകൾക്കും ശാരീരികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ അനുഭവപ്പെടുന്നുണ്ട്. പ്രേതത്തിനാണെങ്കിൽ അവളോടൊന്നും സംസാരിക്കാൻ പോലും സാധിക്കില്ല. അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അയാൾ ശ്രദ്ധിക്കുന്നത്. അയാൾ ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നുള്ള കാര്യം ആ വക്കീലന്മാരും മീഡിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോ അയാളെ ഗ്യാങ്സ്റ്റർ ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഒരുപാട് പേര് അയാളെ ശപിക്കുകയും അയാളെ മരിക്കേണ്ടവനാണ് എന്ന് പറയുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് മകൾക്കും പെട്ടെന്ന് എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആ സമയം ഇയാളും കത്തി എറിയാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ അയാള് പെട്ടെന്ന് തന്നെ ഷിന്നിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അയാളും ഷിന്നിന്റെ ദേഹത്തേക്ക് കയറിയിട്ട് ആ ഫാദറിനെയും കഴുത്തിന് പിടിച്ച് പൊക്കുന്നുണ്ട്. ഷിന്നിനോട് നിർത്താനായിട്ട് ഫാദറും ആവശ്യപ്പെടുന്നുണ്ട്. ഷിന്നിന്റെ ദേഹത്ത് കയറി പ്രേതമാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിർത്തണം, എനിക്കിവിടെ നിന്ന് പോകാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അയാളും ആ മന്ത്രം എഴുതിയിരിക്കുന്ന ആ കാർഡും കത്തി തീരാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് അണയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് എന്റെ മകളെ രക്ഷിക്കണം, എന്നെ തടയരുത്. ആ സമയം ഷിന്നിന്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനും ഷിന്നിന്റെ അടി കൊടുത്തിട്ട്, നീ ഒരു ഫാദറിന്റെ അടുത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോ അവനും മറ്റൊരു രീതിയിലാണ് ആ അമ്മയോട് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോ, നീ എന്തൊക്കെയാ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാദറും, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോ, ഇത് നിങ്ങളുടെ മകനല്ല എന്ന് പറയുന്നുണ്ട്. അവരും അവന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. അവനിൽ എന്തോ ഒരു വ്യത്യാസം ആ ഒരു അമ്മയ്ക്കും മനസ്സിലാകുന്നുണ്ട്. ഷിന്ന് അവരെയും തട്ടിമാറ്റി അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്ന് ആ അമ്മയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഷിന്നും അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. ഫാദറും അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രേതത്തിന്റെ കാര്യവും മറ്റുമൊക്കെ. അമ്മയും ഇത് കത്തിച്ചു കഴിഞ്ഞാൽ എന്റെ മകൻ ഇവിടെ വരില്ലെന്ന് ചോദിക്കുമ്പോ ഫാദറും, ഇപ്പോ ആ പ്രേതം അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അന്നേരം പ്രേതവും ഷിന്നിനെയും കൊണ്ട് ഒരു പുഴയിലെടുത്ത് ചാടുന്നുണ്ട്. അന്നേരം ഷിന്നിനും ബോധം വരുന്നുണ്ട്. പ്രേതവും, എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് ചോദിക്കുമ്പോ ഷിന്ന് ഒരുപാട് പ്രേതത്തോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് നന്നായിട്ടല്ലേ പെരുമാറിയത്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ എന്നോട് ചെയ്തതെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മകൾക്ക് വയ്യ എന്നുള്ള കാര്യം പ്രേതവും ഷിന്നിനോട് പറയുന്നത്. അവള് എന്റെ പാസ്റ്റിനെ കുറിച്ചുള്ള ചില ആർട്ടിക്കിളും മറ്റും വായിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ഒരു വയ്യായ്കയുണ്ട്, അവളെ രക്ഷിക്കണം എന്ന് ഷിന്നിനോടും അപേക്ഷിക്കുന്നുണ്ട്. ഷിന്ന് നോക്കുമ്പോ ഫോൺ ആണെങ്കിൽ വെള്ളത്തിൽ വീണിട്ട് അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും പെട്ടെന്നൊരു ടാക്സി പിടിച്ച് പ്രേതത്തിന്റെ മകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഹാനും ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. പ്രേതവും തന്റെ വീട്ടിലെ പാസ്കോഡ് ഷിന്നിന് പറഞ്ഞു കൊടുക്കുമ്പോ അവനും അത് അൺലോക്ക് ചെയ്ത് വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട്. നോക്കുമ്പോ ആ കുട്ടിക്കാണെങ്കിൽ തീരെ വയ്യ, അവള് ബോധം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിന്നും അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ നേരം ഹാനിനെ കാണുന്നുണ്ട്. ഇവിടെ ടാക്സി എങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങള് കാറിലാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ ഹാനും അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷിന്നും ഹാനും കൂടെ ചേർന്ന് ആ കുട്ടിയെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ കാണുമ്പോ അവൾക്ക് അവളുടെ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളും ഹോസ്പിറ്റലിന് അകത്തേക്ക് കയറുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടിയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആണെന്ന് ഷിന്നും അവരോട് പറയുന്നുണ്ട്. ശേഷം അവരും ഷിന്നിനോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഈ കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയാതിരുന്നത്. ഞാൻ 20 വർഷം മുന്നേറ്റാണ് അദ്ദേഹത്തെ ജയിലിൽ വെച്ചിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ജയിലില് ക്രിസ്മസിന്റെ സർവീസിന് വേണ്ടി പള്ളിയിലെ ആൾക്കാരോടൊപ്പമാണ് ഞാൻ അവിടേക്ക് പോയത്. അന്നൊക്കെ അദ്ദേഹം ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചാണ് ഗ്യാങ്സ്റ്റർ ആയതും ജയിലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നതും. പിന്നീട് അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായിട്ടുണ്ടായിരുന്നു. ആ സമയം ഷിന്നു നോക്കുമ്പോ
ടിവിയിൽ ഇയാള് ഗാങ്സ്റ്റർ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മീഡിയയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ആ പ്രേതത്തിന്റെ ഭാര്യ കാണാതിരിക്കാൻ വേണ്ടി ഷിന്നും ടിവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. പ്രേതത്തിന്റെ ഭാര്യയും ഒരു സംശയം ചോദിക്കുന്നുണ്ട്, എന്റെ വീടിനകത്ത് എങ്ങനെ കയറിയത്? എന്റെ മകൾക്ക് വയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് ഷിനും, ഞാൻ നിങ്ങളുടെ വീട്ടില് ഒരു ഫയലില് സിഗ്നേച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അന്നേരം ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് മകള് വയ്യാതെ കിടക്കുന്ന കാര്യം ഞാൻ കണ്ടത് എന്ന് കള്ളം പറയുന്നുണ്ട്. അവരും കോടതിയില് നിങ്ങള് മറ്റൊരു രീതിയിലായിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അതെന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോ ഷിന്നും, ഞാനും എന്റെ ശരിക്കുള്ള നാട്ടിലെ ഒരു ഭാഷ സംസാരിച്ചതാണ്, അങ്ങനെയാണ് പെട്ടെന്ന് കോടതിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് അവനും ഒഴിയുന്നുണ്ട്. പ്രേതവും അവനോട് വന്ന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഷിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹാൻ അവിടെ ഇരിക്കുന്നത് അവനും കാണുന്നത്. അവളും എന്തോ വിഷമിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ അവളും ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഷിന്നിന് ഒരു സംശയം തോന്നുന്നുണ്ട്, ഇവൾക്ക് എന്ത് പറ്റിയെന്ന്. ശേഷം ഷിന്നിന്റെ അമ്മയും ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആക്സിഡന്റിലാണ്. ആ സമയം ഇവൻ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു ബിൽഡിങ്ങില് നേരത്തെ ഒരു മന്ത്രവാദി താമസിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവരും പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവരും ഓർമ്മിച്ചെടുക്കുന്നത്. ശേഷം ഷിന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരും എന്റെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കിക്കേ എന്നൊക്കെ ഷിന്നിനോട് നോക്കാനായിട്ട് പറയുന്നുണ്ട്. പ്രേതം പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരും അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് മനസ്സിലായി ഇത് തന്റെ മകൻ തന്നെയാണ്. നീ ഒരു ലോ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നല്ലേ, എന്നോട് എന്തുകൊണ്ട് അത് പറയാതിരുന്നത്? അത് കുഴപ്പമൊന്നുമില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പകുതി റെന്റ് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ ഇവരുടെ റെസ്റ്റോറന്റിലേക്ക് മീറ്റ് ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു വണ്ടിയാണ് അവരും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അവനോട് എടുത്തുകൊള്ളാനായിട്ട് അമ്മയും പറയുന്നുണ്ട്. അവനും ആ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് പെട്ടെന്ന് അവിടേക്ക് പ്രേതവും വരുന്നത്. അത് കാണുമ്പോ അവനും പേടിക്കുന്നു. ഇപ്പോഴും എന്നെ പേടിപ്പിക്കാനായിട്ട് എന്തൊക്കെ അവനും പിറുപിറുക്കുന്നുണ്ട്. പ്രേതവും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന നഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ ഷിന്നും ഞാൻ അവളെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരും ആ നഴ്സിനെ കാണാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ പ്രേതത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാവുന്ന ഒരേ ഒരാള് ഈ ഒരു നഴ്സാണ്. അവർക്കൊരു മകളുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോട് കൂടി ഇരിക്കുന്നത്. ആ കുട്ടിയെ കാണുമ്പോ ഷിന്നും അവരോടൊരു കാര്യം പറയുന്നുണ്ട്. ഇവനും സ്കൂളിൽ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഇവന്റെ പാസ്റ്റ് ഇവനൊരു പ്രശ്നമായിരുന്നു. ഇവന്റെ അച്ഛൻ ഒരു അഴിമതിക്കാരനാണെന്നും ഒക്കെയുള്ള കാര്യങ്ങള് സ്കൂളിലെ കുട്ടികൾക്കും അറിയായിരുന്നു. അവൻ ഇരിക്കുന്ന ഡെസ്കിലും ബോർഡിലും ഒക്കെ ഇവനെ കളിയാക്കുന്ന രീതിയിൽ കുട്ടികൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ അച്ഛൻ ഒരു ക്രിമിനൽ ആണെങ്കിൽ ഇവനും ഒരു ക്രിമിനൽ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ആ സമയം അവരും പറയുന്നത് മരിച്ചവര് പോയി, നമ്മൾ ജീവനോട് കൂടെ ഇരിക്കുന്നവര് ഇനി എന്താ ചെയ്യാനായിട്ട് സാധിക്കുക? അന്നേരം ഷിന്നും അയാള് മാത്രമല്ല മരിച്ചത്, വേറൊരാള് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ മകളുടെ കാര്യമാണ് ഷിന്നും പറയുന്നത്. അന്നേരം നേഴ്സും ആ കുട്ടിയെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അയാൾക്ക് മറ്റൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കൂർക്കം വലി കാരണം അതിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇയാള് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ എക്സാം ഒക്കെ വരുവാണ്, വേഗം തന്നെ തിരിച്ചു വന്നേക്കണം എന്നൊക്കെ അച്ഛനോടും അവള് പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവള് റൂം വിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഒരു ദിവസം കൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാതിരുന്ന അവളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് അവളെ കൊണ്ട് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊഴി കൊടുക്കണം. നിങ്ങൾക്ക് മാത്രമേ സത്യം എന്താണെന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് സത്യം നിങ്ങൾ പറയണം. പക്ഷെ അവർക്ക് വലിയ പേടിയായിരുന്നു ആ ഒരു ഡോക്ടറിനെ. അയാളാണെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കില്ല. അന്നേരം അവര് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. EMR, ഇലക്ട്രോണിക് മെഡിക്കൽ റിപ്പോർട്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ കമ്പ്യൂട്ടറിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സർജറിയുടെ സമയത്ത് അവരുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് നിന്നും അറിയാൻ പറ്റും. നിങ്ങൾ ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണോ മരിച്ചതെന്ന് അതിൽ നിന്നും തെളിയിക്കാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫും അതിൽ നിന്ന് ലഭിക്കും. അവർ ചിലപ്പോ തെറ്റായിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കണം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് EMR അടങ്ങിയിട്ടുള്ള ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായുള്ള കാര്യങ്ങൾ കോടതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും നാളെ പോയിട്ട് ആ ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള CCTV നോക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഡോക്ടറുടെ വക്കീലും പ്രോസിക്യൂഷൻ നിങ്ങളുടെ ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ EMR ഡോക്യുമെന്റ് ഒരിക്കലും അവരുടെ കയ്യിൽ കിട്ടാനായിട്ട് പാടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് ഹാനും അവിടെ നിന്ന് പോകുമ്പോ ഡോക്ടറും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നെ ആജ്ഞാപിക്കാൻ അവൾ ആരാണ്? ആ സമയം ഹാന്റെ സുപ്പീരിയറും ഡോക്ടറോടായി ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഒരാളെ കൊന്നു എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ന്യായം പറയുകയാണോ? അതിനയാളും നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു നഴ്സിന് ഞാൻ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ആ ഒരു EMR നശിപ്പിക്കാനായിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അതിന് സുപ്പീരിയറും ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കുഴപ്പത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഹാനിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ട്രയൽ ജയിക്കാൻ വേണ്ടി അവളുടെ ജീവൻ പോലും കളയാൻ അവള് തയ്യാറാകും. അതുകൊണ്ട് തന്നെ അവളെ കുറിച്ച് ഒന്നും തന്നെ പറയരുതെന്ന് ഡോക്ടറോടും പറയുന്നുണ്ട്. ഷിന്നും ആ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ടും റിപ്പയർ ചെയ്യാനായിട്ടും എവിടെയാണ് കൊണ്ടു കൊടുക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. ആ EMR കണ്ടുപിടിക്കാനാണ് ഷിന്നും ശ്രമിക്കുന്നത്. ആ സമയം ഹാനും പ്രോസിക്യൂട്ടറെ കാണുന്നുണ്ട്. അയാളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ സമയം അയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നമുക്കത് കണ്ടുകിട്ടി എന്ന് പറഞ്ഞാണ് മെസ്സേജ്. ഇയാളും ആ ഒരു കമ്പ്യൂട്ടറിന്റെ പുറകെയാണ്. അന്നേരം ഹാനും വാഷ്റൂമിൽ പോയിട്ട് അവളുടെ ഫോണ് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പ്രോസിക്യൂട്ടറോട് പറഞ്ഞ് എന്റെ ഫോണ് പൊട്ടിപ്പോയി, എനിക്ക് അർജന്റായിട്ട് ഒരു കോൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഫോണ് കൈക്കലാക്കിയിട്ട് അയാൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജും അവളുടെ അടുത്ത് വായിക്കുന്നുണ്ട്. അതിനകത്ത് നിന്നും അവൾക്കൊരു അഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡോക്ടറും ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വക്കീലാണെങ്കിൽ അത് മറ്റൊരാളെ ഏൽപ്പിച്ച് അത് എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അയാളും ഞാനത് കത്തിച്ചു കളഞ്ഞു എന്ന് കള്ളം പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു ഹാർഡ് ഡിസ്ക് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതെന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. ഇവിടെ പോലീസുകാരും ആ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്നും അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും സംസാരിക്കുന്നത് പ്രേതവും കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആ കാര്യം ഷിന്നിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹാനിന് കിട്ടിയിട്ടുള്ള ആ അഡ്രസ്സ് തന്നെയാണ് ഷിന്നിനും കിട്ടിയിരിക്കുന്നത്. ഹാനും വീട്ടിൽ വന്നിട്ട് ഒരു പ്രോസിക്യൂട്ടറുടെ വേഷവും ഇട്ട് പ്രോസിക്യൂട്ടറുടെ ഐഡന്റിറ്റി കാർഡും ഇട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഷിന്നാണെങ്കിൽ അവന്റെ അളിയനെ വിളിച്ച് നമുക്കൊരു ഹാർഡ് ഡിസ്ക് കണ്ടുപിടിക്കണം, അതിലൊരു ബ്ലൂ സ്റ്റിക്കർ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അയാളോടും പറയുന്നുണ്ട്. അങ്ങനെ ഇവരും ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഷിന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു പൂട്ടും തല്ലി തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രേതം അത് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഇവിടുത്തെ ഓണറെ എനിക്കറിയാം, അതാരാണെന്ന് ഷിന്നു ചോദിക്കുമ്പോ ഞാൻ ഗാങ്സ്റ്റർ ആയിരുന്ന സമയത്ത് അയാൾ എന്റെ ബോസ് ആയിരുന്നു, അയാളുടെ താവളമാണത്. അത് കേട്ടിട്ട് ജിന്നും അയാളൊരു ഗാങ്സ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ പ്രേതവും അയാളെ ആരെതിർത്ത് കഴിഞ്ഞാലും തിരിച്ച് മറുപടി കൊടുക്കാതെ അയാളെ വിട്ടുകളയത്തില്ല. അത് കേട്ട് ഷിന്നും അയാളെന്തിനാ ഇവിടെ താവളം അടിച്ചിരിക്കുന്നേ, ഇത് ഉപയോഗിച്ച സാധനങ്ങള് വിൽക്കുന്ന കടയല്ലേ. അതിന് പ്രേതവും 20 വർഷമായിട്ട് അയാൾ ഡ്രഗ്സോ മറ്റോ വെക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അത് കേട്ട് ഷിന്നും ഡ്രഗ്സോ? ആ സമയം അവൻ പൂട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെയൊക്കെ അലാറം അടിക്കുന്നുണ്ട്. ഈ സ്ഥലം ശരിക്കും ആ ഗാങ്സ്റ്റേഴ്സ് ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഒരുപാട് ഗുണ്ടകള് വരുന്നുണ്ട്. നിങ്ങൾ എന്നോട് നേരത്തെ ഇക്കാര്യം പറയത്തെന്താ എന്ന് പറഞ്ഞ് പ്രേതത്തോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവരും ആ ഗുണ്ടകളെ കണ്ട് പേടിച്ചിട്ട് ആ പൂട്ട് എന്തായാലും പൊളിച്ചല്ലോ, ആ ഒരു വെയർ ഹൗസിനകത്തേക്ക് കയറിപ്പോയി കതവ് അടയ്ക്കുന്നുണ്ട്. ഗുണ്ടകളും ഡോറ് തല്ലി പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് ആ ഡോറും അടച്ചു തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഹാർഡ് ഡിസ്കും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ബ്ലൂ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറാണ് നമുക്ക് വേണ്ടത്. അത് ഷിനിന്റെ അളിയനും കണ്ടുപിടിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്. ആ ബ്ലൂ സ്റ്റിക്കർ ഉള്ള ആ ഒരു കമ്പ്യൂട്ടർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം, എവിടെയെങ്കിലും ഹോളോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാനായിട്ട് അളിയനോട് പറയുന്നുണ്ട്. ഷിന്നിനും കുറച്ചു സമയം കഴിയുമ്പോ ഗുണ്ടകളുടെ അനക്കൊന്നും കേൾക്കില്ല. അവനും ജനാല വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോ ഹാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവള് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് വരുന്നത്. അന്നേരം പ്രേതവും ഇവർക്ക് പോകാനുണ്ടായിരുന്ന ആ ഒരു വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഗുണ്ടകളും ജനാലയൊക്കെ തല്ലി തകർത്ത് അകത്തേക്ക് വന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഹോള് വഴി ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഹാനും ഇതിന്റെ പ്രേതത്തിന്റെ ആ ഒരു ബോസിനോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് ഇവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്യണം, എന്റെ ജോലി തടസ്സപ്പെടുത്തുന്നത് നിയമത്തിനെതിരാണ്, നിങ്ങൾ ജയിലിൽ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുമ്പോ ബോസും അവളെ അകത്തേക്ക് ചെക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അന്നേരം ഷിനിനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഡോക്ടർ എന്തോ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കണ്ടുപിടിക്കാനാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ സമയം ഷിന്നും പോകുമ്പോ അവിടെ ഒരു കാർ കിടക്കുന്നത് അവനും കാണുന്നുണ്ട്. പ്രേതവും പറയുന്നുണ്ട് അത് അവന്റെ ബോസിന്റെ കാറാണ്. ആ ഒരു കാറിന്റെ സീറ്റിന്റെ അടിയിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എന്ന് പറയുമ്പോ ഷിന്നിനും ഒരു ഐഡിയ കിട്ടും. അങ്ങനെ അവനും ആ ഒരു സീറ്റ് തുറന്ന് നോക്കുന്ന സമയം അതിനകത്ത് ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടി. ഈ ഒരു പ്രവൃത്തി കണ്ട് ഷിന്നിന്റെ അളിയനും അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ അറിയാം ഈ കാറിനകത്ത് ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടെന്നും ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ടെന്നും നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോ അവനും അത് ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവനോട് കള്ളം പറയുന്നുണ്ട്. ആ സമയം ആ കാറിന്റെ അകത്ത് നിന്നും അവന് ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഹാനും അവിടെയൊക്കെ പരിശോധിക്കുന്ന സമയം അവൾക്കും അവിടെ നിന്നും കുറെ ഡ്രഗ്സിന്റെ സാമ്പിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോ ബോസും ഇവളെ പിടിച്ചു വെക്കാനായി ഗുണ്ടകളോടും പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഒരു കാർ അകത്തേക്ക് വരുന്നുണ്ട്. അത് ഓടിച്ചത് ഷിന്നായിരുന്നു. ഹാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനും വക്കീലേന്ന് വിളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരാണ് ഗുണ്ടകൾക്ക് മനസ്സിലാകുന്നത് ഇവള് പ്രോസിക്യൂട്ടർ അല്ല വക്കീലാണെന്നുള്ള കാര്യം. ബോസും ഇവരെ 3 പേരെ പിടിച്ചു വെക്കാനായി ഗുണ്ടകളോടും പറയുന്നുണ്ട്. ഷിന്നും വലിയ സ്റ്റൈലൊക്കെ കാണിച്ച് ഗുണ്ടകളെ അടിക്കാനായിട്ട് വരുമ്പോ ഒരു ഗുണ്ട അവന്റെ കൈ പിടിച്ച് തിരിച്ചു വെക്കുന്നുണ്ട്. അവനാരെയും അടിക്കാനൊന്നും അറിയില്ല. ആ ബോസും ഹാനിനെ അടിക്കാനായിട്ട് വരുമ്പോ ഷിൻ അത് തടയുന്നുണ്ട്. ശരിക്കും ഷിന്നിന്റെ ദേഹത്ത് ആ പ്രേതം കടന്നുകൂടിയതാണ്. അയാളൊരു ഗാങ്സ്റ്റർ ആയിരുന്നല്ലോ. അയാള് അവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അവൻ സംസാരിക്കുന്ന രീതി കണ്ട് ഹാനും അതിശയിക്കുന്നുണ്ട്. ഞാൻ ഗാങ്സ്റ്റർ വക്കീലാണ് എന്നൊക്കെ പറഞ്ഞ് അവനും സംസാരിക്കുന്നുണ്ട്. ആ ഫൈറ്റിന് ശേഷം ഷിന്നും അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. ഇത് കണ്ട അളിയനും ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം, അവനെന്ന് നോക്കിക്കൊള്ളണേ എന്ന് ഹാനോട് പറയുന്നുണ്ടായിരുന്നു. ഹാനും അവനെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ആ ഒരു ഹാർഡ് ഡിസ്ക് അവന്റെ കയ്യിലിരിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. അത് ആ ഒരു പ്രേതം മരിച്ച
ആ ഒരു ഹോസ്പിറ്റലിന്റേതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഹാർഡ് ഡിസ്ക് ഇവള് വാദിക്കുന്ന ഡോക്ടറിന് എതിരായിട്ടുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ ഇവള് കേസ് തോൽക്കും. അതുകൊണ്ട് ആ ഒരു ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാനായിട്ട് അവള് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഷിന്നും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളും ആ ഒരു ഹാർഡ് ഡിസ്ക് നശിപ്പിക്കില്ല. ആ ഒരു സമയം പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തെളിവ് ഉപയോഗിച്ച് പോലീസുകാരും ആ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നഴ്സും ഡോക്ടറിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടറിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തതായിട്ട് ടിവിയിൽ കാണിക്കുന്നുണ്ട്. ശേഷം ഷിന്നും ആ ഒരു പ്രേതത്തിന്റെ മകളെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. നിന്റെ അച്ഛൻ മരിക്കാനായിട്ട് കാരണം നീയല്ല. നീ അതിനെക്കുറിച്ച് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. ആ സമയം ഷിന്നിന്റെ ദേഹത്തേക്ക് പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. മകള് അച്ഛനോടൊരു കംപ്ലൈന്റ് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അച്ഛന്റെ കൂർക്കം വലി കാരണം ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കേൾക്കുമ്പോ അച്ഛനും വിഷമാകുന്നുണ്ട്. ഞാൻ എന്തായാലും ഡോക്ടറിനെ കാണാം. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമല്ലോ. അങ്ങനെ മകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സർജറി ചെയ്യാനായിട്ട് ഇയാളും പോയിട്ടുണ്ടായിരുന്നത്. ഇവള് കാരണമാണ് അച്ഛൻ മരിച്ചത് എന്നുള്ള കുറ്റബോധമാണ് ആ മകൾക്കുണ്ടായിരുന്നത്. പ്രേതവും അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്റെ മരണത്തിന് നീയല്ല ഉത്തരവാദി. ആ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. സന്തോഷത്തോടുകൂടി ജീവിക്കണം. അയാളങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോ അവളുടെ അച്ഛനെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. പ്രേതം അവന്റെ ഫാമിലി എല്ലാം കണ്ടതിന് ശേഷം ഷിന്നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് പോകണം. ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എല്ലാത്തിനും നിങ്ങൾക്ക് നന്ദിയുണ്ട്. അങ്ങനെ ഫാദറും ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കത്തിക്കുന്ന സമയം ഷിന്നും പതിയെ ചാരമായി ആകാശത്തേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ശേഷം ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവള് നന്നായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ അവൾക്ക് എന്തോ സംഭവിച്ചു. അവളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇവിടെ ഷിന്നാണെങ്കിൽ ഇനി ഒരിക്കലും ഒരു പ്രേതവും ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് അവന്റെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് കുറെ ഉപ്പും ഒക്കെ തന്നെ വിതറുന്നുണ്ട്. ഇനി എനിക്ക് ഫ്രഷ് ആയിട്ട് കേസുകളൊക്കെ വാദിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി പ്രേതങ്ങളൊന്നും തന്നെ ഇവിടേക്ക് വരില്ല. അങ്ങനെ കുരിശും ബൈബിളും ഒക്കെ തന്നെ അവൻ അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. പക്ഷെ ബിൽഡിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു പെൺകുട്ടിയും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവളും ഉണരുമ്പോ കാണുന്നത് ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡാണ്. ശേഷം ഷിന്നും അകത്തേക്ക് വന്ന് നോക്കുമ്പോ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നത് അവനും കാണുന്നുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? അപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ കാലും അവൻ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോ അതൊരു പ്രേതമാണെന്ന് അവനും മനസ്സിലാകുന്നുണ്ട്. എന്തുകൊണ്ടാന്നറിയില്ല എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവനും വിഷമിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.